Do you think someone with a six-pack abs is healthy? നമ്മൾ വീഡിയോയിൽ കാണുന്ന, നമ്മൾ സിനിമകളിൽ കാണുന്ന ഷാറുഖ് ഖാനെയും ഋത്തിക് റോഷനെയും പോലെ വളരെ ഫാറ്റ് പെർസെൻറ്റേജ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ ഫിസിക്ക് കീപ്പ് ചെയ്യുന്നത് ഹെൽത്തി ആണോ? പല ടീനേജേഴ്സും ഇതിൽ ഇൻസ്പയർഡ് ആയിട്ട് അതുപോലെ ഫിസിക്ക് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇത്തരത്തില് സിക്സ് പാക്ക് ആപ്സ് എന്ന് പറയുന്നത് ലുക്ക് വൈസിൽ ഇറ്റ്സ് ഓസം, പക്ഷെ നമ്മുടെ ഹെൽത്ത് വൈസിൽ അത് ഓക്കെ ആണോ, നമുക്കൊരു ലോങ് ടൈമിൽ നമ്മൾ സിക്സ് പാക്ക് കീപ്പ് ചെയ്യുന്നത് നമ്മൾ ഹെൽത്തി ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഈ കണ്ട ഫോട്ടോയിലെ ഷാറുഖ് ഖാനെ ഏകദേശം 8% താഴെ ആയിരിക്കണം അദ്ദേഹത്തിന്റെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സിക്സ് പാക്ക് മസിൽസ് ഇത്ര വിസിബിൾ ആയി കാണുന്നതും ഓരോ മസിൽസും അത്ര ഷാർപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലുള്ള ബോഡി ട്രാൻസ്ഫോർമേഷൻസ് ആക്ടേഴ്സ് ആയിരുന്നാലും മോഡൽസ് ആയിരുന്നാലും ഒക്കെ ചെയ്യുന്നത് വളരെ ഷോർട്ട് പീരീഡിലേക്ക് മാത്രമായിരിക്കും. ഈ ഷൂട്ടിനോ അല്ലെങ്കിൽ ഈ ഒരു ഫിലിമിനോ ശേഷം അവർ അവരുടെ നോർമൽ ഫാറ്റ് പെർസെൻറ്റേജ് ആയ 14 15 മാറാറുണ്ട്. എന്തുകൊണ്ടാണ് എല്ലാവരും ഹെൽത്തി എന്ന് പറയുന്ന ഈ സിക്സ് പാക്ക് മസിൽസിനെ ഞാൻ അൺഹെൽത്തി എന്ന് പറയാൻ കാര്യം പറഞ്ഞു തരാം. നമ്മുടെ ശരീരത്തിന് ഫാറ്റ് വളരെ അത്യാവശ്യമുള്ള ഒന്ന് തന്നെയാണ്. ഫാറ്റ് വളരെ കൂടിയാലും നമുക്ക് ദോഷമാണ്, ഫാറ്റ് ഒരു പരിധിക്ക് താഴേക്ക് പോയാലും നമുക്ക് ദോഷമാണ്. ഫാറ്റ് ഒരു പരിധിക്ക് മുകളിലേക്ക് പോയുള്ള ദോഷത്തിനെ പറ്റി എല്ലാവർക്കും അറിയാം. എന്നാൽ ഫാറ്റ് ഒരു പരിധിക്ക് താഴേക്ക് വന്നുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ എല്ലാ ഹോർമോൺ പ്രവർത്തനങ്ങളും അത് താറുമാറാക്കും. പുരുഷന്മാരിലാണെങ്കിൽ അത് അവരുടെ ടെസ്റ്റോസ്റ്ററോണിന്റെ പ്രൊഡക്റ്റിനെ ബാധിക്കുന്നു. സ്ത്രീകളിലാണെങ്കിൽ അവരുടെ ഫീമെയിൽ ഹോർമോണായ ഈസ്ട്രജൻ പ്രൊഡക്റ്റിനെ ഇത് ബാധിക്കാറുണ്ട്. അതുപോലെ തന്നെ വലിയ സ്ട്രെസ് ലെവലായിരിക്കും ഇത്തരത്തിൽ നമ്മുടെ ഫാറ്റ് പെർസെൻറ്റേജ് നമുക്ക് കുറയുമ്പോൾ ഫീൽ ചെയ്യുന്നത്. അതോടൊപ്പം പുരുഷന്മാരിൽ ലിബിഡോ ഉണ്ടാവാനായിട്ടും അവരുടെ സെക്ഷലി ഉണ്ടാകുന്ന സെക്ഷൽ ഡ്രൈവിനെ വളരെ നല്ല രീതിയിൽ ഇത് താഴേക്ക് വരും. നമ്മൾ വിചാരിക്കും ഇത്രയും സിക്സ് പാക്ക് ഒക്കെ ഉള്ള ഒരാൾ സെക്ഷലി ഭയങ്കര കപ്പാസിറ്റി ഉള്ള ഒരാളാണ്. അങ്ങനെ ഒരു ആളാണെങ്കിൽ പോലും നിങ്ങൾ സിക്സ് പാക്ക് മസിൽസിനെ നിങ്ങൾ ലോങ് ടൈമിൽ 1 വർഷത്തോളം നിങ്ങൾ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെക്ഷൽ കപ്പാസിറ്റിനെ അത് ഉറപ്പായും ബാധിക്കും. സ്ത്രീകളിലാണെങ്കിൽ ഫാറ്റ് പെർസെൻറ്റേജ് വളരെയധികം കുറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മെൻസ്ട്രേഷൻ സൈക്കിളിനെ ബാധിക്കാം. അവരുടെ മെൻസ്ട്രേഷൻ അത് സ്റ്റോപ്പ് ആവാൻ ഒരു കാരണമാകാം. അവർക്ക് കുട്ടികൾ ഉണ്ടാവാതിരിക്കാൻ അതൊരു കാരണമാകാം. അതുപോലെ തന്നെ ഓസ്റ്റിയോപൊറോസിസ് പോലുള്ള എല്ലുകളുടെ ബലക്ഷയത്തിന് വരെ ഇത്തരത്തിൽ ഫാറ്റ് പെർസെൻറ്റേജ് വളരെയധികം കുറയുന്നത് കാരണമാകാറുണ്ട്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള സിക്സ് പാക്ക് മസിൽസുകളും വളരെ ഷാർപ്പായിട്ടുള്ള ലീൻ ആയിട്ടുള്ള ബോഡിയും ഒക്കെ നമുക്ക് ഫോട്ടോഷൂട്ടിനോ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ടോ നമുക്ക് യൂസ് ചെയ്യുന്ന യാതൊരു തെറ്റുമില്ല. അത് നമ്മളെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ നമുക്ക് സഹായകരമാണ്. അല്ലാതെ വളരെ ടീനേജേഴ്സ്, കോളേജിൽ പഠിക്കുന്ന അല്ലെങ്കിൽ നോർമൽ ലൈഫിൽ വഹിക്കുന്ന ഒരാള് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഫാറ്റ് പെർസെൻറ്റേജിലേക്ക് പോകാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു പുരുഷനാണെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഒരു 10 to 15 വരെ നിങ്ങൾക്ക് അത്യാവശ്യം ചെറിയ രീതിയിൽ വിസിബിൾ ആയിട്ടുള്ള ഒരു ആപ്സോട് കൂടി നിങ്ങൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫിസിക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കും. സ്ത്രീകൾക്കാണെങ്കിൽ അത് 20ക്ക് മുകളിലേക്ക് അവർക്ക് കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമാണ്. ഫിറ്റ്നസ് എന്ന് പറയുന്നത് നിങ്ങളുടെ മസിലുകൾ മാത്രമല്ല എന്ന് മനസ്സിലാക്കുക. ഫിറ്റ്നസ് എന്ന് പറയുന്നത് നമ്മുടെ ഹോർമോൺ, റിക്കവറി, മെന്റൽ ഹെൽത്ത്, ഇത് എല്ലാം ചേർന്നതാണ്. സിക്സ് പാക്ക് കാണിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ലക്ഷ്യമായി മാറ്റാതിരിക്കുക. ബി ലീൻ, ബി സ്ട്രോങ്, ബട്ട് ബി ഹെൽത്തി. സോ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ഐ ആം രാജേഷ് കെ മോഹൻ സൈനിങ് ഓഫ്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബൈ.